ക്യാരവാൻ എന്താണെന്ന് അറിയാലോ. സിനിമാ ലൊക്കേഷനുകളിൽ നടന്മാരും നടിമാരുമൊക്കെ വിശ്രമിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്യാരവാൻ. എന്നാൽ ആ ക്യാരവാൻ അല്ല ഈ ക്യാരവാൻ. ഈ ക്യാരവാൻ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാരവാനാണ്. ജനങ്ങൾക്ക് മുന്നിൽ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ ക്യാരവാൻ. ക്യാരവാൻ പുറത്തുനിന്ന് കാണാനല്ലല്ലോ വന്നത്, ക്യാരവാൻ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാം. നമസ്കാരം ഏട്ടാ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡെവലപ്പ് ചെയ്ത് ക്ലബ് ചെയ്ത് മെർജ് ചെയ്തിട്ട് പ്രിൻസി ട്രാവൽസ് കൊച്ചി ആണ് നമ്മുടെ ആസ്ഥാനം. കൊച്ചിയിലാണ് നമ്മുടെ ആസ്ഥാനം. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മെർജ് ഒരു കാര്യം ചെയ്താലോ, ഇരുന്ന് സംസാരിച്ചാലോ? ക്യാരവാൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം നമുക്കിനി. പ്രധാനമായും 4 പേർക്കാണ് ഇതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുക. അതെ, നമുക്ക് 4 റിക്ലൈനർ സീറ്റും 2 ബെഡുമാണ് വരുന്നത്. അപ്പോൾ ഒരു മാക്സിമം നമുക്കൊരു 7 അഡൾട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു 7 അഡൾട്ടും കുട്ടികളെ ഒരു ചെറിയ ഫാമിലിക്ക് 2 ഫാമിലിക്ക് ട്രാവൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമുക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ക്ലബ് ചെയ്തുകൊണ്ടാണ്. അതെ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസി ട്രാവൽസ് ക്ലബ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന കൊച്ചി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇവിടെ വരുന്ന ഇതിനകത്ത് കയറുകയും ഇത് കാണുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ പ്രതികരണം എല്ലാവരും ഒരു വലിയ അത്ഭുതത്തോടു കൂടി തന്നെ കാണണം. കാരണം ക്യാരവാൻ എന്ന് എല്ലാവരും കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ്, ഇതിൻ്റെ ഉള്ളിലെ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ഇതിന് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഞാനും ആദ്യമായിട്ട് ഈ ക്യാരവാനകത്ത് കയറുന്ന ആദ്യം. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ വീട് വെക്കണ്ട, നമുക്ക് ഇതുപോലത്തെ ഒരു വണ്ടി മേടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഒത്തിരി പേര് നല്ല എൻക്വയറീസ് ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്, കാണുന്നത്. ക്യാരവാനകത്ത് ഇതുപോലുള്ള 4 ബെഡാണ്. ഇത് പുഷ് ബാക്കാണ്. എന്നാൽ ഇതിനകത്ത് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഫ്രണ്ടിലെ സ്വിച്ച് കാലും കൈയും ഒക്കെ അങ്ങനെ പൊന്തി വരും. നല്ല സുഖമായിട്ട് വേണമെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് 3ാമത്തെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ നല്ല കിടന്ന് യാത്ര ചെയ്യാം. നേരെ മുന്നിൽ നല്ല TV ഉണ്ട്, TV കാണാം. സിനിമ വേണമെങ്കിൽ സിനിമ കാണാം. സൗണ്ട് പ്രൂഫും ഒക്കെ ആയിരിക്കുമല്ലോ ഇത്. അതെ അതെ അതെ. ഇത് ഇതാക്കി കഴിഞ്ഞാൽ നേരെ തിരിച്ചതേപോലെ ആവും. യെസ്. അതിന് പുറമെ ഈ സീറ്റുകൾക്ക് പുറമെ ഇവിടെ കിടന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. 2 ബെഡാണുള്ളത്. 2 ഡെക്കായിട്ടുള്ള ബെഡാണ്. സുഖമായിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിക്ക് അല്ലേ, അഡൽട്ടാണെങ്കിൽ 2 പേർക്ക് കിടക്കാം. പിന്നെ മേളിൽ ഒരു അഡൽട്ടിനും ഒരു കുട്ടിക്കും കിടക്കാവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല ഗംഭീര സെറ്റപ്പിലുള്ള ഒരു സംവിധാനമാണ്. വേണമെങ്കിൽ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലേ. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ചപ്പാത്തി, അതുപോലെ പിന്നെ നമുക്കൊരു ഓവൻ ഉണ്ട്, താഴെ ഒരു ഫ്രിഡ്ജുണ്ട്. അപ്പോൾ നമുക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് ഏതാ ഇത് ഉണ്ടോ ഫ്രിഡ്ജ് ഇതല്ലേ? ഇതിനകത്ത് ഫ്രിഡ്ജ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഓവൻ സംവിധാനമുണ്ട്. നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ഇൻഡക്ഷൻ കുക്കർ ഇവിടെ സംവിധാനമുണ്ട്. എന്തായാലും ഒരു ഗംഭീര സെറ്റപ്പാണ്. സത്യം നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ക്യാരവാൻ വാങ്ങിച്ചാൽ മതി, വീട് വെക്കണം. അതെ, എല്ലാവരും പറയുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടവരെ ഒരു 80% 90% ആളുകൾ പറയുന്നതാണ്, വീടെടുക്കാതെ ഇത് ക്യാരവാൻ ചെയ്ത് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ യാത്ര ചെയ്ത് അങ്ങ് പോകാൻ ചെയ്യും, എല്ലായിടത്തും പോകാമെന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് ഈ ക്യാരവാൻ. ഇപ്പോൾ സാധാരണക്കാരന് അറിയില്ല ഈ ക്യാരവാൻ എന്താണെന്നോ അല്ലെങ്കിൽ ക്യാരവാൻ്റെ അകത്ത് എന്താ. ഈ പിന്നെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. ഇപ്പം നമ്മൾ കൊച്ചി ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആസ്ഥാനം ഇപ്പോൾ കൊച്ചിയിലാണ്. ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇത് ഓൾറെഡി എല്ലായിടത്തേക്കും വരുന്നതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും തന്നെ എൻക്വയറി ബേസ്ഡ് ആയിട്ട് എൻക്വയറി ബേസ്ഡ് ആയിട്ട് നമ്മൾ കണ്ണൂരും സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. എന്തായാലും ക്യാരവാൻ്റെ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. 4 സീറ്റ്, അതുപോലെ തന്നെ TV സ്ക്രീന്, അകത്ത് ഫ്രിഡ്ജ്, ഓവൻ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ, കിടക്കാനുള്ള കിടക്ക, ബാത്റൂം, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരു വീടിന് സമാനമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ ക്യാരവാനകത്തുള്ളത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണിത് ഓൺ ചെയ്യുന്നത്.
എന്തായാലും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കാരവാൻ എന്ന് പറയുന്ന സങ്കല്പം അത് കുറച്ചുകൂടി ജനകീയമാക്കി മാറ്റാൻ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഈ കാരവാൻ കൂടി എത്തിയതോടുകൂടി ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളും അത്തരത്തിൽ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രതികരണമാണ്. അവർക്കൊക്കെ ഈ കാരവാൻ സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കേട്ട് മാത്രമേ അറിയൂ. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉപയോഗിക്കുന്ന വലിയ ആഡംബര വീടുകളെന്നാണ് അവരൊക്കെ പറഞ്ഞു കേട്ടത്. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കുകയാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. എന്തായാലും ഗംഭീര സെറ്റപ്പാണ് കാരവാൻ അകത്തെ കാഴ്ചകൾ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.